കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിയുടെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മേൽക്കാതും കീഴ്ക്കാതും 2 തിലകങ്ങളാണ് വെച്ചിരിക്കുന്നത്. മാറത്തൊരു സ്വർണ്ണത്തിലകം, 2 സ്വർണ്ണമാലകൾ ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ച പട്ടും പീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ഭക്തന്മാരെല്ലാവരും ആഹ്ലാദത്തിൽ ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. നാരായണ 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 എല്ലാവരും നാമം ജപിക്കുന്നുണ്ട്. ആ സോപാനപ്പടിയുടെ അടുത്തിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ സുന്ദര രൂപം മുഴുവൻ മനസ്സിലേക്ക് ആവാഹിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണോ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. എല്ലാവരും നല്ലപോലെ വിചാരിച്ചോളൂ. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും പീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തൂകുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിക്കുമോ. നല്ലപോലെ വിചാരിച്ചോളൂ. പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. ആ പൊന്നുണ്ണി അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ. നാരായണ നാരായണ നാരായണ. എല്ലാവരും ഉറക്കെ ഉറക്കെ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി വിളിച്ചോളൂ കണ്ണനെ. നാരായണ നാരായണ നാരായണ. ആ കണ്ണനെ ആ സ്നേഹം നമ്മളെ പറയുന്ന സ്നേഹം, നമ്മൾ കൊടുക്കുന്ന സ്നേഹം തട്ടിക്കളയാൻ പറ്റില്ല. ആ കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. ഉറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടെ സ്നേഹത്തോടെ ജപിച്ചോളൂ എല്ലാവരും. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന മന്ത്രമാണ്. കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രമാണ്. ഇതെല്ലാം നമ്മൾ ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട. ജപിച്ചോളൂ. നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തിക്കോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.